കുന്നംകുളം അക്കിക്കാവിൽ വൻ തീപിടുത്തമുണ്ടായിരിക്കുന്നു. ഹരിത അഗ്രിടെക് സ്ഥാപനത്തിലാണ് തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. ആദ്യം നമുക്ക് ദൃശ്യങ്ങൾ കാണാം. വൻ തീപിടുത്തമാണ്. അഗ്രിടെക് സ്ഥാപനത്തിലാണ് തീ പിടിച്ചത്. 8:15 തീപിടുത്തമുണ്ടായത്. തീ അണയ്ക്കാൻ ഇപ്പോൾ അവിടെ ഫയർഫോഴ്സിന്റെയൊക്കെ നേതൃത്വത്തിലുള്ള ശ്രമം തുടരുന്നു എന്നതാണ്. കുന്നംകുളത്താണ് സംഭവം. ഗോകുൽ VS ഉണ്ട്. ഗോകുൽ, തീ ആളി പടരുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഫയർഫോഴ്സ് ഒക്കെ അതിനുള്ള ശ്രമം അവിടെ നടത്തുകയും ചെയ്യുന്നു. തീ അണയ്ക്കാനുള്ളത് ഇപ്പോൾ തീ എങ്ങനെയാണ് തീ അണയ്ക്കാൻ എന്തെങ്കിലുമൊക്കെ എത്രമാത്രം സാധിച്ചിട്ടുണ്ട്? എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത്? വിവരങ്ങൾ. തീ ഇപ്പോൾ നിയന്ത്രണ വിധേയമായിട്ടുണ്ട്. എങ്ങനെയാണ് തീപിടുത്തം ഉണ്ടായത് എന്ന് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല. കൃഷിക്ക് ആവശ്യമായ മെഷീനുകൾ വിൽക്കുന്ന സ്ഥാപനമാണ്. ഇവിടെയാണ് അല്പസമയം മുൻപ് തീപിടുത്തം ഉണ്ടായത്. തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും പുരോഗമിക്കുകയാണ്. പക്ഷെ ഇപ്പോൾ നിയന്ത്രണ വിധേയമായി എന്നുള്ളതാണ് ആശ്വാസകരമായ കാര്യം. മുകൾ നിലയിലെ 2 നിലകൾക്കാണ് തീ പിടിച്ചത്. അവിടെയാണ് അഗ്നിശമന സേനയുടെ ഇപ്പോൾ 6 യൂണിറ്റുകൾ അവിടെ എത്തിയിട്ടുണ്ട്. 6 യൂണിറ്റുകൾ എത്തി. കുന്നംകുളത്തു നിന്നും അതിനു പുറമെ ഗുരുവായൂർ മറ്റ് പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഈ 6 യൂണിറ്റുകൾ എത്തി തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനുശേഷം പരിശോധന നടത്തിയാൽ മാത്രമേ എന്താണ് ഈ അഗ്നിബാധയ്ക്കുള്ള കാരണം എന്നുള്ളത് വ്യക്തമാകൂ. ഷോർട്ട് സർക്യൂട്ട് ആണോ അതോ മറ്റേതെങ്കിലും കാരണങ്ങളാണോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ തന്നെ അതിനുശേഷം മാത്രമേ വ്യക്തമാകൂ. ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആശ്വാസകരമായ കാര്യം മറ്റാളപായമോ മറ്റു പ്രശ്നങ്ങളോ ഇല്ല. തീ നിയന്ത്രണ വിധേയമാണ് എന്നുള്ളതാണ്. ശരി, തീ നിയന്ത്രണ വിധേയമായിരിക്കുന്നു എന്ന് തന്നെയുള്ളത് ആശ്വാസം നൽകുന്നു. ഗോകുൽ പറഞ്ഞ പോലെ മറ്റു വലിയ ആപത്തൊന്നും സംഭവിച്ചില്ല എന്നുള്ളതും ആശ്വാസമാണ്. തീ എങ്ങനെ പടർന്നു പിടിച്ചു, എത്രമാത്രം നാശനഷ്ടം എന്നൊക്കെയുള്ളത് കുറച്ചു കഴിഞ്ഞാലായിരിക്കും കൂടുതൽ വ്യക്തതയുണ്ടാവുക. ഗോകുൽ VS വാർത്ത റിപ്പോർട്ട് ചെയ്തത്.